കരുതലിന് അതിരില്ല. നേപ്പാൾ സ്വദേശി ദുർഗാകാമിക്ക് കേരളത്തിന്റെ ഹൃദയം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷിബുവിന്റെ ഹൃദയം ദുർഗയിൽ മിടിച്ചു. രാജ്യത്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാതല ഗവൺമെന്റ് ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി. എറണാകുളം ജനറൽ ആശുപത്രി വലിയൊരു നേട്ടത്തിൽ മുത്തമിടുന്നു. രാജ്യത്ത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാതല സർക്കാർ ആശുപത്രിയാണിത്. ഹോട്ടൽ ജീവനക്കാരായിരുന്ന ഷിബു 14-നാണ് വീടിന് സമീപം മുക്കാട്ടുകുന്നിൽ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അഗാധ ദുഃഖത്തിലും അവയവങ്ങൾ മണ്ണിനല്ല മനുഷ്യന് കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു അമ്മ ശകുന്തളയും സഹോദരി ഷിജിയും. ഈ സമയം നേപ്പാൾ സ്വദേശിനി ദുർഗാകാമി ഹൃദ്രോഗം മൂലം മരണം കാത്തു കഴിയുകയായിരുന്നു. ദുർഗയുടെ അമ്മയും മൂത്ത സഹോദരിയും ഹൃദ്രോഗം ബാധിച്ചായിരുന്നു മരിച്ചത്. അനാഥാലയ നടത്തിപ്പുകാരനായ മലയാളിയാണ് ചികിത്സയ്ക്കായി കേരളത്തിലെത്തിച്ചത്. ഹൃദയ മാറ്റവരിക്കൽ ശസ്ത്രക്രിയയ്ക്ക് അപേക്ഷിച്ച് പട്ടികയിൽ ഒരു പേരായി അവർ കാത്തിരുന്നു. പക്ഷേ കേന്ദ്ര നിയമം പ്രതികൂലമായതിനാൽ പലപ്പോഴും അവസരം നഷ്ടമായി. സംസ്ഥാനം, മേഖല, ദേശീയം എന്ന ക്രമത്തിൽ സ്വദേശികൾ കഴിഞ്ഞിട്ട് മാത്രമേ വിദേശികൾക്ക് അവയവം കൊടുക്കാൻ കഴിയൂ. മനുഷ്യജീവൻ അതിരുകളില്ലെന്ന് പ്രഖ്യാപിച്ച് കേരള ഹൈക്കോടതി കൊടുത്ത ഉത്തരവുമായി ദുർഗ കാത്തിരിക്കുമ്പോഴാണ് ഷിബുവിന്റെ ഹൃദയം ഒരാൾക്ക് ജീവനേകാൻ തുടിച്ചത്. സർക്കാർ അതിവേഗം നടപടി തുടങ്ങി. ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടപടികൾ വേഗത്തിലാക്കി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി വീണ ജോർജ് നേതൃത്വം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഷിബുവിന്റെ ഹൃദയം, വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, ത്വക്ക് എന്നിവ പലർക്കും ജീവനേകാനായി എടുത്തു. ഹൃദയവുമായി സർക്കാരിന്റെ ഹെലികോപ്റ്റർ എറണാകുളത്തേക്ക് പാഞ്ഞെത്തി. ജനറൽ ആശുപത്രിയിൽ കാത്തുനിന്ന ഡോക്ടർമാർ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഹൃദയം ദുർഗയിൽ വെച്ച് പിടിപ്പിച്ചു. 7 മണിയോടെ ആ ഹൃദയം ദുർഗയിൽ മിടിച്ചു തുടങ്ങിയപ്പോൾ ആശുപത്രി മുറ്റത്ത് കാത്തുനിന്ന സഹോദരൻ തിലക്കാമി കൈകൊപ്പി കേരളത്തോട് നന്ദി പറഞ്ഞു. ലൈഫ് മലയാളം, കൊച്ചി.